പാത്തു 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 രാവിലെ തന്നെ എന്താ പിണങ്ങിയിരിക്കണം? ആ അടിപൊളിയായിട്ടുണ്ടല്ലോ പാത്തു. പാത്തു അടിപൊളിയായിട്ടുണ്ടല്ലോ. എന്താണ് വെച്ചേക്കണത് കണ്ണില്? വന്നേ നോക്കട്ടെ. ഓ ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നേക്കണേ. അതുകൊണ്ട് തന്നെ ചെറിയൊരു ട്രാവൽ വ്ളോഗ്. അപ്പോൾ അതേ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് പോകാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ HMTയുടെ ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തു കൂടി പോകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുകയും റീൽസൊക്കെ എടുക്കുകയൊക്കെ ചെയ്യണ ഒരു സ്ഥലവും കേട്ടോ. അപ്പം ഞാനത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് കാണിച്ചാണ്. നല്ല ഭംഗിയുള്ളൊരു സ്പോട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നല്ല കാടൊക്കെയാണ് കേട്ടോ. റൈറ്റ് സൈഡിലായിട്ടാണ് HMT വരുന്നത്. അതും ഇങ്ങനെ ജസ്റ്റ് ആ കാടൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കണേണ്. അപ്പം നമ്മൾ ഇതിൽ കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗി, നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇതിലിങ്ങനെ വരുമ്പോൾ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഇതിപ്പോൾ അതേ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നേരെ കാണുന്ന കോമ്പൗണ്ടിൻ്റെ അകത്താണ് കേട്ടോ മെഡിക്കൽ കോളേജ്. അപ്പോൾ അതിനോട് അനുബന്ധമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കടകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ കൂടി മുമ്പ് ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു എൻട്രൻസ് ഇതിലേക്ക് കടക്കാൻ. പക്ഷേ ഇപ്പോൾ അത് അവർ ക്ലോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര പുരോഗമിക്കുമ്പോൾ പെരുമ്പാവൂർ ഭാഗത്ത് എത്തിയപ്പോഴത്തേനും ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. സിലോൺ ബേക്ക് ഹൗസിലാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വേഗം കയറി സീറ്റൊക്കെ കിട്ടി. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ മെനുവും ഒരു ഐറ്റംസുകളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കുറവായിരുന്നു. പിന്നെ നമ്മളിതേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊറോട്ട, ചിക്കൻ കറി, പിന്നെ അതുപോലെ പുട്ട്, മുട്ടക്കറി, ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ വെറൈറ്റീസായിട്ട് വേറെ ഐറ്റംസുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതേ പാത്തു പതിവ് പോലെ തന്നെ പുട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കണ്ട കേട്ടോ ഞങ്ങൾ. പിന്നെ അതേ ഈ കറികളൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു. അപ്പോൾ അതേ പൊറോട്ടയൊക്കെ നല്ല അടിപൊളി ചൂട് പൊറോട്ടയൊക്കെ ആയിരുന്നു. കറികളും അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അതേ നമ്മൾ കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ ഇതേ അവിടെ ഇന്നത്തെ സ്പെഷ്യൽ അവിടെ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇതിനോട് ചേർന്നതിനൊരു കുഞ്ഞു ബേക്കറിയും ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണ റൂട്ട് ഏതാണെന്ന് വെച്ചാൽ മൂന്നാർ ഭാഗത്തേക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നല്ല അടിപൊളി മലകളും കാടുകളും മരങ്ങളും എന്താ പറയുക, വർണ്ണിക്കാൻ പറ്റാത്തത്ര കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, ഫാമിലീസിലോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വഴികളെല്ലാം തന്നെ നമുക്ക് എത്ര കട്ട് ചെയ്താലും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് തോന്നും കേട്ടോ. ഒരുപാട് ലെങ്ത്താണ് ഇന്നത്തെ വീഡിയോ. പക്ഷേ എങ്കിൽ അതിലെ ഓരോ കാഴ്ചകളും ഞാൻ പരമാവധി ഭംഗിയുള്ളതൊക്കെയാണ് കേട്ടോ പകർത്തി ഇതിലേക്ക് ചേർത്തേക്കണത്. എനിക്ക് കട്ട് ചെയ്യാൻ മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല വീഡിയോസുകളാണ് എല്ലാം. അങ്ങനെ നമ്മളിപ്പോൾ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മഴയ്ക്ക് മുമ്പ് നല്ലൊരു ചൂടൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് കേട്ടോ ഈ യാത്ര പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം മൂന്നാർ ഭാഗത്ത് പള്ളിവാസൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് പൈപ്പുകളാണ് കേട്ടോ. ഇതിനെ പെയിൻ സ്റ്റോക്ക് പൈപ്പുകൾ എന്നാണ് പറയണത്. എന്ന് വെച്ചാൽ ഈ അണക്കെട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇങ്ങനെ ജനറേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുക, വീഡിയോസൊക്കെ എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും കാണുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളും ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ ഒതുക്കി ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു ഇങ്ങനെ. അപ്പോൾ ഒരുപാട് നേരം ഒന്നും അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം വീതി കുറഞ്ഞ വഴിയായതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മളിതേ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മൂന്നാറിലേക്ക് വന്നാൽ മാത്രം കൂടുതലായിട്ട് കാണുന്നൊരു കാഴ്ചയാണല്ലോ അല്ലേ ഈ തേയിലത്തോട്ടങ്ങൾ. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിങ്ങനെ പല ഷേപ്പിലും ഇങ്ങനെ വെട്ടി നിർത്തി
ഇങ്ങനെ കാണാം കേട്ടോ. നമുക്ക് നല്ല ഭംഗിയുണ്ട് അതൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാഴ്ചകൾ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഓരോന്നും. അപ്പം ഞാൻ ഇതെല്ലാം തന്നെ ഓരോന്നും ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വീഡിയോക്ക് ഒരുപാട് ലെങ്തി ആയാലും പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഓരോരോ സ്പോട്ടുകളൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കയറി ഇറങ്ങിയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെയൊക്കെ നമുക്ക് അവിടെ ഇന്നിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. ഫോട്ടോസ് എടുക്കുന്നതും കാഴ്ചകൾ കാണാൻ നിൽക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാം തന്നെ ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല നല്ല ഭംഗികളാണ് കേട്ടോ. ഇങ്ങനെ വ്യൂ ഒക്കെ നല്ല വ്യൂ ആണ് അവിടെയൊക്കെ നിന്ന് കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പൂക്കളുള്ള മരങ്ങളൊക്കെ നമ്മൾ കാണാൻ സാധിക്കും കേട്ടോ. പക്ഷെ അതെല്ലാം തന്നെ വീഡിയോയിൽ അത്ര ഇതായിട്ട് ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല. നല്ല അടിപൊളി വയലറ്റും റെഡും കളറുള്ളതേ പൂക്കളൊക്കെ നമുക്കിങ്ങനെ റോഡ് സൈഡുകളിലൊക്കെ ഇങ്ങനെ മരങ്ങൾ പൂത്ത് നിൽക്കണം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യൂക്കാലിപ്സ് മരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നല്ല മണമൊക്കെയാണ് ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിയുമ്പോൾ. നല്ല ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ നമ്മൾ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ. പിന്നെ ഹൈ റേഞ്ച് യാത്ര ഇഷ്ടമാവുന്നവർക്കൊക്കെ ഈ യാത്രകൾ നല്ലൊരു രസമായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഇതേ യാത്രക്കിടയിലാണ് കേട്ടോ പനങ്കരിക്ക് വിൽക്കണ കണ്ടത്. അങ്ങനെ പിന്നെ നമ്മൾ അത് കഴിക്കാമെന്ന് വിചാരിച്ച് വണ്ടി ഒതുക്കുകയെ. അപ്പോൾ വണ്ടി ഒതുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര വീതി കുറഞ്ഞ വഴിയും വലിയ വലിയ വണ്ടികളൊക്കെ ഓപ്പോസിറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു കണക്കിന് നമ്മളങ്ങനെ സൈഡിൽ വണ്ടിയൊക്കെ ഒതുക്കി നമ്മളങ്ങനെ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. പനങ്കരിക്കിൻ്റെ നീര് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ അത്. ഇങ്ങനെ കസകസൊക്കെ ഇട്ടിട്ട് അത്ര വലിയ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, എങ്കിലും അത്യാവശ്യം നല്ല നോർമൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. ഒരു ഗ്ലാസ്സിന് തന്നെ എന്തോ 80-100 എന്തോ റുപ്യ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു ഈ ചൂടത്ത്. പിന്നെ അതൊക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഉന്മേഷവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ അത് കൂടാതെ അവിടെ കണ്ടില്ലേ ഇങ്ങനെ കൊപ്ര തേങ്ങ ഉള്ളിൽ ഇങ്ങനെ കൊപ്ര ഉള്ളത് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ കുറച്ച് പനങ്കരിക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ അയാളത് ഇങ്ങനെ പിന്നെ കട്ട് ചെയ്യണതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു രസമാണല്ലേ. നമ്മളൊക്കെ എത്ര കട്ട് ചെയ്താലും ഇത്രയൊന്നും വരില്ല. അവർക്കൊരു പ്രത്യേക ഒരു ശൈലി ഉണ്ടല്ലോ അല്ലേ അതൊക്കെ കട്ട് ചെയ്യാൻ. അങ്ങനെ ഞങ്ങളതൊക്കെ പാർസൽ വാങ്ങി ഇതേ വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക ഇങ്ങനെ ഈ ചൂടത്ത് ഇപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണല്ലോ അല്ലേ, ഇങ്ങനെ തണുത്ത ഒരു സാധനം. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. അപ്പോൾ ഇതേ ഈ കൊപ്ര വാങ്ങിക്കാനായിട്ട് ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്താണ്. അങ്ങനെ നമ്മളതെല്ലാം കഴിച്ചു. ഇപ്പോൾ അതേ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതേ മൂന്നാറിൻ്റെ ആ ടൗണിൻ്റെ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് തപ്പി ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഒരുപാടുണ്ട്. പക്ഷേ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഫുള്ളാണ് കേട്ടോ പാർക്കിങ്ങൊക്കെ. നമുക്ക് പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും ഇങ്ങനെ റെസ്റ്റോറൻറ്റുകൾ. റൈറ്റ് സൈഡിലൊക്കെ കണ്ടില്ലേ വണ്ടികളൊക്കെ ഇങ്ങനെ തിങ്ങി നിറച്ചാണ് ഇങ്ങനെ ഇട്ടേക്കണത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ യാത്ര ഇങ്ങനെ പോയി അവസാനം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റണ ഒരു ഏരിയ കണ്ടെത്തിയിട്ട്. ഈ റോഡ് സൈഡ് തന്നെയാണ്, ഉള്ളിലേക്കൊന്നും അധികം അങ്ങനെ പോകുകയൊന്നും വേണ്ട കേട്ടോ റെസ്റ്റോറൻറ്റുകൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഈ തിരക്കാണ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഒത്തിണങ്ങി വന്നോളൂ. അതാണ് പിന്നെ നമ്മളങ്ങനെ നോക്കി ഇങ്ങനെ നടന്നത്. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഭാഗ്യവശാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ വണ്ടിയൊക്കെ ഒതുക്കി. അങ്ങനെ നമ്മളതേ നല്ല തിരക്കുള്ള ഈ വഴി തന്നെയാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അങ്ങനെ നമ്മളവിടെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറി. അപ്പോൾ നമുക്ക് ചെന്നപ്പോൾ തന്നെ സീറ്റൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തും നല്ല അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. എങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ സീറ്റൊക്കെ കിട്ടി. അങ്ങനെ അതേ പതിവ് പോലെ തന്നെ റാസിന് അതേ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ബിരിയാണിയൊക്കെ ആയിരുന്നേ. നല്ല ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും നോർമൽ ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ബിരിയാണി. അങ്ങനെ അവനതാണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം പീസുകളൊക്കെ അധികം ഉണ്ടായിരുന്നു. പപ്പടം സാലഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മളിത് കണ്ടില്ലേ അത്തപ്പൂക്കൾ ഇട്ട മാതിരി നമ്മൾ ഊണാണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ കറികളുടെയൊക്കെ പേര് പറയണമെന്നില്ല കേട്ടോ.
ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാനതൊക്കെ ഓരോന്നിങ്ങനെ പെറുക്കി പുറത്തിറക്കി വയ്ക്കും കേട്ടോ. ആ ചേട്ടന് ചോറിടാനുള്ളൊരു സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം ഇങ്ങനെ ഓരോന്ന് പെറുക്കി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം നല്ല അടിപൊളി ഊണ് തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് കറികളൊക്കെ ആയിട്ട് നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും കറികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ അതേ ചേട്ടൻ ഇങ്ങനെ ചോറിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ചോറൊക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫിഷ് കറി മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫിഷ് കറിയും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതേ കേസരി ഉണ്ടായിരുന്നു കേട്ടോ സ്വീറ്റ്സായിട്ട്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറികളെല്ലാം തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു ഇന്നത്തെ. അതുപോലെ തന്നെ റേറ്റും ഭയങ്കര കൂടുതൽ തന്നെയായിരുന്നു കേട്ടോ ഫുഡിനൊക്കെ. അങ്ങനെ നമ്മൾ അതിന് ശേഷം ലൈം ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, ഫുഡ് അടിയൊക്കെ കഴിഞ്ഞാൽ ഒരു ലൈം ജ്യൂസ് കുടിക്കാം, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ അതൊക്കെ അങ്ങനെ വാങ്ങി കുടിച്ചു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് ഇറങ്ങി വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴികളിലൊക്കെ ഓരോരോ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ എങ്കിലും നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളിനിയിപ്പോൾ ഈ മൂന്നാറിൽ ഇനിയിപ്പോൾ എല്ലായിടവും കറങ്ങാനൊന്നും നിൽക്കണില്ല. നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുള്ളൊരു സ്ഥലമാണ് മൂന്നാർ. ഇവിടുത്തെ സ്ഥലങ്ങളും ഒട്ടുമിക്കതും നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ അവിടെ കറങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര മുന്നോട്ട് പോവേണ്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മറയൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ മൂന്നാറിൽ നിന്ന് മറയൂർ ഭാഗത്തേക്ക് പോകുന്ന റൂട്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. എന്താ പറയുക, ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളെന്നൊക്കെ പറയൂലേ, അതുപോലത്തെ കാഴ്ചകളാണ് കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ നമ്മൾ യാത്ര പിന്നെയും മുന്നോട്ട് പോണത്. മാത്രമല്ല ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടേക്ക് ഇറങ്ങി പിന്നെയും സമയം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ നമ്മൾ യാത്ര പിന്നെയും മുന്നോട്ട് പോണത്. അപ്പോൾ ഇതിപ്പോൾ മൂന്നാർ ടൗണാണ് കേട്ടോ. അപ്പോൾ ഈ ടൗണിലുള്ള ഓരോരോ തിരക്കും കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ തിരക്കുകളാണ്. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ ആളുകളുടെയും തിരക്കും കടകളും ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി പതുക്കെ ഞെരുങ്ങിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കണേ തിരക്കുകളുടെയൊക്കെ ഇടയിൽ കൂടി. അപ്പോൾ പിന്നെ നമ്മൾ ഉൾഭാഗങ്ങളിലേക്കൊന്നും കൂടുതലൊന്നും പോയില്ലല്ലോ. നമ്മൾ ഇത് ടച്ച് ചെയ്യാതെ ഇനിയിപ്പം മറയൂർ റൂട്ടിലേക്ക് കടക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് മൂന്നാർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നല്ല തിരക്കാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഈ വണ്ടിയിൽ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് ഇങ്ങനെ പോണ വഴിയിൽ നമുക്കിങ്ങനെ എടുക്കുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ടൗണൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്ട് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ വീഡിയോ എടുത്തതാണ്. കാരണം നമ്മൾ തിരക്കുകൾക്ക് ഇടയിലൂടെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ ആ റോട്ടിലേക്ക് കടക്കണം കേട്ടോ. അതിലുള്ള ഒരു തന്ത്രപ്പാടാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു തിരക്കുണ്ട് കേട്ടോ ഈ വഴിയിലൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഈ മറയൂർ ഭാഗത്തേക്ക് നമ്മൾ പോണെന്താണെന്ന് വിചാരിച്ചാൽ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തമിഴ്നാട് വഴി കറങ്ങി നമുക്ക് തിരിച്ച് വീട്ടിലെത്താം, അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ പോണത്. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മറയൂർ ആ റോട്ടിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴിയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അപ്പം ഞാനിത് അപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് മറന്നു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിത് പിന്നെയും പറയണത്. അപ്പോൾ പറയുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണല്ലോ അല്ലേ. അപ്പോൾ അതാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ, ഞാൻ നിർബന്ധിക്കണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ചെറിയ വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ കാടിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നല്ല വ്യൂ ആണ് കേട്ടോ ആ ഭാഗത്തൊക്കെ കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ എന്താ പറയുക മാഗികളൊക്കെ ഇങ്ങനെ ഉണ്ടാകണ കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആ നേരെ കാണുന്നത് ഒരു തേയില ഫാക്ടറിയാണ്. അപ്പോൾ ഈ റൂട്ടിൽ ഒരുപാട് തേയില ഫാക്ടറികളും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങൾ ഇത് കണ്ടില്ലേ എന്തോരമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ മുഴുവനായിട്ട് രണ്ട് സൈഡിലും ഇതിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇന്നൊരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും വണ്ടി ഒതുക്കി
ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നോക്കി നടക്കും കേട്ടോ. എവിടെയെങ്കിലും ഒരു സൈഡ് കിട്ടുകയാണെങ്കിൽ വണ്ടി ഒതുക്കി ഫോട്ടോസ് എടുക്കാം. കാരണം എന്നാൽ ഇവിടം വരെ വന്നിട്ട് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നതുകൊണ്ട് ഒരു ഗുണമില്ലാതെ ആയി പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വഴികളൊക്കെ ഇങ്ങനെ നോക്കി നടക്കും കേട്ടോ. എവിടെയാണ് ഇത്തിരി സ്പോട്ട് എവിടെയാണ് കിട്ടുക എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ പോകുന്ന വഴിക്കാണ്ടോ ദേ ഇരവികുളം നാഷണൽ പാർക്ക് കാണുന്നത്. അങ്ങനെ പിന്നെ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്ത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടോ. ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് ക്ലോസ് ചെയ്തു. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ അവർ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. അപ്പോൾ നമ്മൾ അത് അങ്ങനെ ഈ ഇരവികുളം നമ്മളങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിൽ അങ്ങനെ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും വണ്ടി ഒതുക്കി ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ അതേ നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ടിലാണ് കേട്ടോ നമ്മൾ വണ്ടി നിർത്തിയേക്കണം. എന്താ പറയുക, നമ്മുടെ 4 പാടും ചുറ്റിനും ഇങ്ങനെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഈ പുതപ്പ് വിരിച്ച മാതിരിയാണ് ഈ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ പല പല ഷേപ്പിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തി നല്ല ഭംഗിയുണ്ടല്ലോ ഇതിങ്ങനെ കാണാൻ. ഈ വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തത്ര ഒരു ഭംഗിയാണ് അത്. അപ്പോൾ ഇതേ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പിന്നെ അത് കൂടാതെ കുറച്ച് നേരം ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ വണ്ടി ഒതുക്കിയിട്ട് ഇങ്ങനെ വന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളതെല്ലാം കഴിഞ്ഞു വീണ്ടും യാത്ര തിരിച്ചിട്ടോ. അപ്പോൾ എത്ര യാത്ര മുന്നോട്ട് പോയിട്ടും ഈ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ തീരുന്നില്ല കേട്ടോ. ഇതിങ്ങനെ പല പല ഷേപ്പിൽ ഇങ്ങനെ വെട്ടി നിർത്തി പല പല മല ഇങ്ങനെ ഇതിലായിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ കാണാൻ, ആ കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ തേയിലത്തോട്ടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കണം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചകളാണ് ഇത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാഴ്ചകളൊക്കെ കാണുന്ന ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിലും ഇതിനേക്കാളും കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നിട്ട് ഈ വണ്ടിയിലിരുന്ന് ഇങ്ങനെ സൈറ്റ് സീനൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര ഇങ്ങനെ ആക്കിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഈ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോകണമെന്ന്. പക്ഷേ ഇതും ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ, ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയുള്ള യാത്രകൾ എത്രത്തോളം രസകരമാണെന്നുള്ളത്. അപ്പോൾ അതേ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്യം മറയൂരാണ് കേട്ടോ. അപ്പോൾ ഈ മറയൂർ ഭാഗത്തൊക്കെ ഒരുപാട് ഈ ശർക്കര ഫാക്ടറികളൊക്കെ ഉണ്ടെന്ന് നമ്മളിങ്ങനെ കേട്ടായിരുന്നേ. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊന്ന് കയറണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ എത്രത്തോളം നമുക്ക് അങ്ങനെ കയറാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഇനിയിപ്പോൾ പോകുന്നത്. ഇത്രയും നേരം നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മറയൂർ ശർക്കര ഉണ്ടാക്കണ സ്ഥലങ്ങളും നമ്മളങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, കേട്ടറിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ വഴി വന്നപ്പോൾ ഇനിയിപ്പോൾ ഈ വഴി വരുമെന്നൊന്നും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ഈ വഴി വന്ന സ്ഥിതിക്ക് അതും കൂടി ഒന്ന് കണ്ടു കളയാമെന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോണത്. പക്ഷേ എങ്കിൽ ഈ ഫാക്ടറികളെല്ലാം തന്നെ ഇങ്ങനെ റോഡ് സൈഡൊന്നുമല്ല കേട്ടോ, കുറേ ഉൾഭാഗങ്ങളിലേക്ക് പോകണം. എങ്കിലാണ് നമുക്ക് ആ ഫാക്ടറികളിലൊക്കെ കാണാനും കയറാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അവിടെ ടൈം ലിമിറ്റ് അതൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മൾ ഗൂഗിളിൽ കണ്ട ഒരു ഫാക്ടറി നമ്മളങ്ങനെ നോക്കി പോകാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ ഒരുപാട് ഇങ്ങനെ റോഡ് സൈഡിലുകൾ ഇങ്ങനെ കണ്ടു കേട്ടോ ബോർഡുകളൊക്കെ. അങ്ങനെ നമ്മളിപ്പോൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം മറയൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ 2 സൈഡിലും നിറച്ച് തേക്കുകൾ അതുപോലെ ചന്ദന മരങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അതുപോലെ വീടുകളൊന്നും ഇല്ലാത്ത ഒരു ഉൾഭാഗത്തു കൂടിയാണ് നമ്മളിപ്പോൾ പോണത്. 2 സൈഡും കാടുകളാണ്. പിന്നെ അതുപോലെ പല മൃഗങ്ങളുണ്ടെന്നൊക്കെ അവിടെ ബോർഡുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. വണ്ടികളൊക്കെ തന്നെ ഭയങ്കര കുറവാണ്, ആളുകളൊക്കെ ഭയങ്കര കുറവാണ്. അതുമാത്രത്തെ ഒരു വിജനമായ വഴിയിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ മയിലിനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ ആ ഗാർഡിൻ്റെ ഭാഗത്ത്. അപ്പോൾ അതേ നമ്മളിപ്പോൾ വീടിൻ്റെയൊക്കെ കാണുന്ന വീടും കടകളൊക്കെ ഉള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫാക്ടറി വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ കടകളും വീടുകളൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ നമുക്കൊരു ആശ്വാസമായത്. ഇത്രയും നേരം ഈ കാടിൻ്റെ ഉള്ളിൽ കൂടിയായിരുന്നേ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരുന്നത്. കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ യാത്ര. ഫുള്ളായിട്ടൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. അങ്ങനെ ദേ നമ്മളിപ്പോൾ മറയൂർ ശർക്കര ഉണ്ടാക്കണ ഫാക്ടറിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൊരു ഫാക്ടറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അപ്പോൾ ഇവിടെ ടൈം കഴിഞ്ഞു പോയോന്നൊരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭാഗ്യത്തിന് അവിടെ ചോദിച്ചപ്പോൾ അവർ കുഴപ്പമില്ല കയറിക്കോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. കാരണം വെച്ചാൽ ഒരു 5:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ദേ നമ്മളിപ്പോൾ ഫാക്ടറി ഉണ്ടാക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫാക്ടറി മാത്രമല്ല ശർക്കരയുടെ ഒരുപാട് പ്രൊഡക്ട്സുകൾ വിൽക്കണ ഷോപ്പും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അങ്ങനെ നമ്മൾ ആദ്യം ഷോപ്പ് അവിടെ നിൽക്കട്ടെ, ഇനിയിപ്പോൾ ഫാക്ടറി ആദ്യം കാണാമെന്ന് വിചാരിച്ച് നമ്മൾ ആ ഭാഗത്തേക്കാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേ ഈ കാണുന്ന ഷെഡിൻ്റെ അകത്തായിട്ടാണ് ഈ ഫാക്ടറി ഉള്ളത്. അപ്പോൾ ദേ ഇവിടെ ഒരുപാട് മെഷീൻസുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ എന്താ പറയുക ശർക്കര ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് ഫുള്ള് ഗൈഡായിട്ട് നിന്ന് നമ്മളോട് ഓരോ കാര്യങ്ങൾ എല്ലാ A to Z കാര്യങ്ങളും അവർ പറഞ്ഞു തരും കേട്ടോ, അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരോ മെഷീനുകളാണ്. ഇതൊക്കെ മുമ്പ് ഇവർ ഉപയോഗിച്ചിരുന്നതൊക്കെ എന്നാണ് പറയണത്. പിന്നെ അതേപോലെ ഇതൊക്കെ അവർ ഇങ്ങനെ എന്താ പറയുക ഈ പഴയ മെഷീനുകളൊക്കെ ഇത് കണ്ടില്ലേ ഇങ്ങനെ നിർത്തി അവരിങ്ങനെ ഒരു ഇതുപോലെ വച്ചേക്കോട്ടോ. ഇതൊക്കെ പണ്ടത്തെ ഇങ്ങനെ ഈ ശർക്കര ഉണ്ടാക്കണ ഓരോ അടുപ്പുകളാണ്. അപ്പോൾ അതൊക്കെ ഇവരിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കോട്ടോ. ഒരു ചെറിയ എന്താ പറയുക ഒരു മ്യൂസിയം പോലെ ഇങ്ങനെ എല്ലാം സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവരിതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ടാണോ അവർ ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കണം. അപ്പോൾ ഈ കാണുന്ന കുഴൽ ഇത് പുതിയതായിട്ടുള്ള മെഷീനാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പഴയ ഓരോ മെഷീനുകൾ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം അവർ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും ആ ചേച്ചി വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോന്നെങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പുതിയതായിട്ടുള്ള മെഷീനുകൾ ഇപ്പോൾ ശർക്കര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയണില്ല, കുറേയൊക്കെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ ഓരോരോ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആ ചേച്ചി വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ആദ്യം ഇങ്ങനെ ഈ കരിമ്പ് ഇങ്ങനെ ഓരോ പീസാക്കി ഇങ്ങനെ ഇടണതും തൊലി കളയണതും അങ്ങനെ അതൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ട മെഷീനുകൾ കേട്ടോ. അപ്പോൾ ഇതാണ് ഈ എന്താ പറയുക ശർക്കര പാനിയായിട്ട് ഇങ്ങനെ വരുന്ന ഒരു ഭാഗം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇതൊരു പരുവമാകുമ്പോൾ ഇവരടുത്ത ചട്ടിയിലേക്ക് ഇത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു തോട് പോലെ ഇങ്ങനെ വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കോട്ടെ. ഇതൊരു പരുവമായാലാണ് ഇത് അടുത്ത ചട്ടിയിലേക്ക് അവരിത് ഒഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒഴിക്കാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഇതുണ്ട് പൈപ്പ്, അതങ്ങോട്ട് തുറന്നു വിടും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നല്ല ചൂടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് രണ്ടാമത്തെ ആ ചട്ടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ചൂടാണ്. പക്ഷേ ചട്ടിക്ക് അങ്ങനെ ചൂടൊന്നുമില്ല കേട്ടോ. ചട്ടി നമുക്ക് കൈ കൊണ്ടൊക്കെ തൊടാം. പക്ഷേ എന്തോ ആ ഭാഗത്ത് ഭയങ്കര ചൂടാണ്. അതുപോലെ തന്നെ നല്ല മണവുമാണ് കേട്ടോ. നല്ലൊരു മണമാണ് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ ഈ ശർക്കര വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ശർക്കര ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ ഇങ്ങനെ ഇത്രയും ആളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ശർക്കര ഇങ്ങനെ വരുന്നതെന്ന്. കാര്യം നമുക്കറിയാം ഒരുപാട് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെയാണെന്ന്. എങ്കിൽ പോലും നമ്മളിതിങ്ങനെ നേരിട്ട് കാണുമ്പോഴാട്ടോ നമുക്കിതിൻ്റെയൊക്കെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവണത്. അപ്പോൾ ഈ ചൂടത്ത് നിന്നിട്ടാണ് ആ ചേട്ടൻ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഫുൾ ടൈം. അല്ലെങ്കിൽ അതെന്തോ കട്ടയോ എന്തോ ഇത് സംഭവിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഈ ശർക്കരയുടെ രൂപത്തിലേക്ക് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടോ ആ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഈ ശർക്കര ലാസ്റ്റ് സ്റ്റേജ് കടന്നു വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മളെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ടൂറിസ്റ്റുകൾ വന്നാൽ പുറത്ത് നിന്നിട്ടാണ് ഈ ഭാഗം കാണിച്ച് തന്നിരുന്നത്. ഇത്രയും നേരം നമ്മളെ ശരിക്കും അകത്തൊക്കെ കയറ്റി. ഈ ഭാഗത്ത് വന്നപ്പോൾ മാത്രം നമ്മളെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ചേച്ചി ഫുള്ള് പുറത്ത് നിന്നാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ അങ്ങനെ കണ്ടു. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ വന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ പീസാക്കി അവരത് ചാക്കിലാക്കിയിട്ടാണ് ഇവർ പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇത് കയറ്റി അയക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ആ ചേച്ചി ഇങ്ങനെ പറയണത്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ പണിക്കാരൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ മുമ്പ് ഉണ്ടാക്കിയ ശർക്കരയൊക്കെ അവരിങ്ങനെ ചാക്കിലാക്കിയതും പഴയതും ഒക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒതുക്കി വെക്കണത് നമുക്ക് ഇവിടെ ഇന്നാലിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് ഇങ്ങനെ ശർക്കരകൾ. അതൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ലോഡ് പോകാനായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മറയൂർ ശർക്കര എന്ന് പറയണത്.
അപ്പോൾ ഈ ഫാക്ടറിയുടെ ബാക്കിലായിട്ട് ഇങ്ങനെ നീളത്തിൽ കരിമ്പും തോട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള കരിമ്പൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഇവർ പുറത്തുനിന്നുള്ള കരിമ്പുകൾ ഇവർ ഇറക്കുമതി ചെയ്തിട്ട് ഇവരതും ഉപയോഗിച്ച് ശർക്കരയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും അവർ പറഞ്ഞായിരുന്നു. കാരണം ഈ കരിമ്പും ഇവർക്ക് മതിയാകില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇത് ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും അടുത്ത വിളവ് എടുക്കാനുള്ള ടൈം ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ പുറത്തുനിന്നൊക്കെ കരിമ്പ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഫാക്ടറി. ഒരു ചെറിയൊരു ഫാക്ടറിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടറികൾ ഈ മറയൂർ പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ അതിലൊരെണ്ണമാണ് ഈ ഫാക്ടറി കേട്ടോ. അപ്പോൾ അതേ ഇതിൻ്റെ അകത്തായിട്ട് ഇത് കണ്ടില്ല, ഒരു ചന്ദനമരം നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ മരം കാണാൻ. അതിമത്തെ ഇല കണ്ടില്ലേ, നല്ല പച്ച കളറിലെ ഇലയല്ലേ. അങ്ങനെ നമ്മളതെല്ലാം കണ്ടു. ഇപ്പോൾ അതേ നമ്മൾ ശർക്കര പ്രൊഡക്ട്സുകളുള്ള ഷോപ്പിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്. ശർക്കര വെച്ചിട്ട് ശർക്കര പൗഡർ, പിന്നെ ശർക്കര പല ഫ്ലേവറിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ ചുക്കാപ്പിക്കൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലത്തെ ഫ്ലേവറിലുള്ള ശർക്കരകളൊക്കെ ഉണ്ടായിരുന്നേ അവിടെ. അങ്ങനെ നമ്മൾ 1-2 പ്രൊഡക്ട്സുകളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തരും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഇത് വാങ്ങിയാൽ മതിയേ. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരുപാട് ഫ്ലേവറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ 1-2 ഫ്ലേവറുകളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടോ. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞു. നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ പോകുന്ന വഴിയിൽ 2 സൈഡിലും കണ്ടില്ലേ കരിമ്പൻ തോട്ടകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതായത് ഇങ്ങനെ വിളവെടുത്തതും വിളവെടുക്കാനുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നല്ല ഡാർക്ക് കളറിലുള്ള പൂക്കൾ മരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതായത് ഈ വയലറ്റ് കളറ്, റെഡ് കളറ് അങ്ങനെയുള്ള പൂക്കളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ വീഡിയോയിൽ എത്രത്തോളം അത് എത്ര ക്ലിയറായിട്ട് കാണുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നേരിട്ട് കാണാനാണ് കൂടുതൽ ഭംഗിയുള്ളത്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഓരോരോ പാർക്കുകളും നമുക്ക് പോണ വഴിയിലൊക്കെ കാണാൻ സാധിക്കും. ഒരുപാട് സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പോണ വഴിയിൽ. പക്ഷേ എങ്കിലും നമ്മൾ പിന്നെ അതൊന്നും നിർത്തി കാണാനൊന്നും നിന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോണ വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാട് പിടിച്ച ഒരു വഴിയാണ്. അധികം തിരക്കുകളൊന്നുമില്ല, അതായത് ആളുകളില്ലാത്തൊരു വഴിയാണ്. പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങൾ ഇറങ്ങുമെന്നൊക്കെ അവിടെ ഇങ്ങനെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടെയൊന്നും വണ്ടി നിർത്താൻ നിന്നില്ല. നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കിടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അധികമൊന്നും സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോ പാർക്കുകളൊക്കെയാണ് കേട്ടോ. ഓരോരോ സ്പോട്ടുകളൊക്കെ നമുക്ക് കാണാം. അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എങ്കിലും ഞങ്ങൾ അവിടെയൊന്നും വണ്ടി നിർത്തിയില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റോഡ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കിടക്കണത് ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു റിസോർട്ടിൽ താമസിച്ച വീഡിയോയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒന്ന് കാണണേ. ഞാനത് ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ, അതിൻ്റെ ലിങ്ക്. അപ്പോൾ അതേ നമ്മൾ യാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി എത്രയും പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് കിടക്കണം. രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ റൂട്ടിലൂടെയുള്ള യാത്ര കേട്ടോ. കാരണം ഭയങ്കര ഇരുട്ട് മൂടിയ വഴികളാണല്ലോ. പോരാത്തതിന് വണ്ടികളോ ആളുകളോ ഒന്നുമില്ല. അപ്പോൾ ഇതേ നമ്മൾ പോണ വഴിയിൽ ഇതേ മയിലിനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ ഈ കാടിൻ്റെ ഇടയിൽ. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ, മയിലുകൾ ഇങ്ങനെ ഓടി നടക്കണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമുക്കങ്ങനെ വണ്ടി നിർത്തി ഇറങ്ങാനോ അങ്ങനെ കുറേ നേരം അങ്ങനെ വണ്ടി നിർത്താനൊന്നും പാടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോലീസിനെയൊക്കെ നമുക്ക് കാണാം, ഈ ഫോറസ്റ്റ് ഭാഗമായതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ വണ്ടി ഒന്നും നിർത്താനൊന്നും നിന്നില്ല. ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പം നമ്മൾ തമിഴ്നാട് ആ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു, നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് തമിഴ്നാട്ടിലേക്ക് അങ്ങനെ കടന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇത് കണ്ടില്ലേ, ഒരു ടെമ്പോയിൽ നിറച്ച് ആളുകളെയൊക്കെ കയറ്റി ഇങ്ങനെ പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ജംഗ്ഷനിൽ ഒന്ന് ഒതുക്കി എന്തെങ്കിലും ചായ സ്നാക്സൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ഒരു ബേക്കറിയുടെ ആ ഭാഗത്തായിട്ട് വണ്ടി ഒതുക്കി കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ ബേക്കറിയിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം വണ്ടിയിൽ നിന്നൊന്നും ഇറങ്ങിയില്ല കേട്ടോ. അപ്പം നിസാറ് പോയി ഇതേ നല്ല ചൂടൻ ചായയും നല്ല ചൂടൻ പപ്സൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.
അങ്ങനെ പിന്നെ അത് കഴിച്ച ആ ടേസ്റ്റ് കണ്ട് പിന്നെ കടയിൽ പോയി കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വേഗം കഴിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വണ്ടിയിൽ കണ്ട ഒരുപാട് ആളുകൾ ടെമ്പോയിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഫാമിലി ആയിട്ട് എവിടെയോ ട്രിപ്പ് പോകാനുള്ള പ്ലാനാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് നമുക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മളിതേ വേഗം തന്നെ ഞാനങ്ങനെ ചായയൊക്കെ കുടിച്ച് വേഗം ആ റെസ്റ്റോറൻറ്റിൽ കയറി. റെസ്റ്റോറൻ്റ് അല്ല കേട്ടോ, ഒരു കുഞ്ഞ് ബേക്കറി തട്ടുകടയൊക്കെ പോലത്തെ ഒരു ഷോപ്പ്. അങ്ങനെ നമ്മളിതേ കോളിഫ്ലവർ ബജിയാണ്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന നല്ല ചൂട് ബജിയാണ്. നമ്മൾ പറയുമ്പോഴാണ്ടോ അവരത് വറുത്ത് തരുന്നത്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. അപ്പോൾ നല്ല തിരക്കുള്ളൊരു ബേക്കറി ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ പിന്നെ നമ്മൾ അടുത്തായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മഷ്റൂം ബജിയായിരുന്നേ. അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ ചെറുനാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ ആ ബേക്കറിക്കാരനെ പരിചയപ്പെട്ടു. അപ്പോഴാണ് അറിഞ്ഞത് കോഴിക്കോടുള്ള ഒരു ഇക്കായ നടത്തണ ഒരു ബേക്കറി ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എവിടെ ചെന്നാലും മലയാളികളാണല്ലോ അല്ലേ, മലയാളികളില്ലാത്ത ഒരു നാടില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെ അതേ പിള്ളേർക്ക് വേണ്ട കുറേ സ്നാക്സും കാര്യങ്ങളും ലേസും അതൊക്കെ അതേ പിള്ളേർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലാണ്ടോ നമ്മൾ ഒരു കാഴ്ച കണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു വലിയൊരു മാർക്കറ്റ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു പച്ചക്കറി മാർക്കറ്റാണ് ഇത്. ഇങ്ങനെ നീളത്തിൽ എന്താ പറയുക, കിലോമീറ്ററുകളോളം ഉണ്ട് കേട്ടോ ഈ മാർക്കറ്റ്. അപ്പോൾ അത് നല്ലൊരു രസം തോന്നി. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പലചരക്ക് ഐറ്റംസും വീട്ടിലെ പച്ചക്കറി ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ വിൽപ്പനയ്ക്ക്. അപ്പോൾ രാത്രി ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്കിൽ പോലും എന്തൊരു തിരക്കാണ് ഈ ഭാഗത്തൊക്കെ. ആളുകൾ വന്നിങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇത്. അപ്പോൾ അതേ തക്കാളികളൊക്കെ ഇങ്ങനെ കൂമ്പാരം പോലെ കൂട്ടിയിട്ടിട്ട് ആളുകൾ അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് പെറുക്കിയെടുക്കണ കാഴ്ചയാണ് പോയി കാണുന്നത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ മാർക്കറ്റിൽ ഇങ്ങനെ നടക്കാനും കാഴ്ചകൾ കാണാനും. അവരുടെ വിൽപ്പനയൊക്കെ കാണാൻ നല്ല രസമാണ്. അവർ ഓരോ ഡയലോഗുകളൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ മാടി വിളിക്കണതൊക്കെ നമുക്കിങ്ങനെ കേൾക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കുറച്ച് ഐറ്റംസുകളൊക്കെ ഞങ്ങളും വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഈ ഉള്ളി സവാളയൊക്കെ അവരിങ്ങനെ ക്ലീൻ ചെയ്യണതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അവരതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിക്കാണ് കേട്ടോ ഓരോന്നും ഇങ്ങനെ വിൽപ്പനയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളിതേ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കാണ്ട്, വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആളുകളൊക്കെ ഭയങ്കര അത്ഭുതത്തോടു കൂടി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അതൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ അതേ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പലചരക്ക് ഐറ്റംസ്, അതേ സ്നാക്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് ഈ വറപൊരി ഐറ്റംസുകൾ അതൊക്കെ ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ നമുക്ക് ഈ വഴിയരികിൽ കാണാൻ സാധിക്കും കേട്ടോ. അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരുപാട് ആളുകളെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ ഇതൊക്കെ വാങ്ങാൻ. നമ്മളെന്താ ഈ ഉത്സവപ്പറമ്പിലൊക്കെ വന്ന പോലെയാണ് കേട്ടോ തോന്നിയത്. ഇതൊക്കെ വെളുത്തുള്ളിയാണ് കേട്ടോ ഈ കുമ്പാരം പോലെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കണത്. അപ്പോൾ ഈ സമൂസ വിൽക്കണ കണ്ടില്ലേ, ആ ചേച്ചി അവിടെ ലൈവായിട്ട് നിന്ന് ഇങ്ങനെ സമൂസ ചുട്ടെടുത്തിട്ടാണ് കേട്ടോ അത് വിൽക്കണത്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടേക്ക് ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നു, കുറേ ഐറ്റംസുകളൊക്കെ വാങ്ങി. അങ്ങനെ അതെല്ലാം കണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമ്മൾ ഇനിയിപ്പോൾ നിന്നാൽ പിന്നെ ഒരുപാട് ലേറ്റ് ആവുമല്ലോ വീട്ടിലെത്താൻ. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ പോകാനായിട്ട് തീരുമാനിച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെയും കുറച്ച് നേരം കൂടി അവിടെ നിന്ന് സമയം പോകും കേട്ടോ. അങ്ങനെ അതേ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ തമിഴ്നാട് തന്നെയാണ് കേട്ടോ. അങ്ങനെ തിക്കി തിരക്കുകളുടെയൊക്കെ ഇടയിൽ കൂടെ ഇനിയിപ്പോൾ നമുക്ക് വേഗം പൊള്ളാച്ചി ഒക്കെ ഇപ്പോൾ ഇത് പൊള്ളാച്ചി ഭാഗമാണ് നമ്മളിപ്പോൾ ഇത് എത്തിയേക്കണത്. ഇനിയിപ്പോൾ പാലക്കാട്ടേക്ക് കിടക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പാലക്കാട് ലുലുമാളിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇനിയിപ്പോൾ ഇറങ്ങിയൊന്നും കാഴ്ചകളൊന്നും കാണാനുള്ള നേരമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് യാത്ര തിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കുതിരാണ്ടണലിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ കടകളൊക്കെ നോക്കി ഇങ്ങനെ മുന്നോട്ട് പോകണം കേട്ടോ. അങ്ങനെ അതേ നമ്മൾ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ചാലക്കുടി ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും ടോണിക്കോ കഫേ എന്ന് പറഞ്ഞൊരു കഫേ കണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കയറി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതേ നമ്മളങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കി. അവിടെ ഒരുപാട് പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടി ഇങ്ങനെ ഒതുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ കയറാൻ തീരുമാനിച്ച്. അപ്പോൾ നമ്മൾ മുമ്പും ഇവിടെ കുറേ തവണ വന്നിട്ടുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇതിപ്പോൾ കണ്ടില്ലേ, പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനുള്ള
ഒരു സെറ്റപ്പൊക്കെ ഇവർ റെഡിയാക്കിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ നമ്മളങ്ങനെ പുറത്തിരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും പുറത്തൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മളിതേ ആദ്യം തന്നെ ലോഡഡ് ഫ്രൈസാണ് ഓർഡർ ചെയ്ത. ഫ്രൈസും ചിക്കനും ചീസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു ഡിഷായിരുന്നേ അത്. നമ്മൾ സ്ഥിരം ഇത് ഓർഡർ ചെയ്യാറുള്ളതാണല്ലോ. പിന്നെ അതുപോലെ നമ്മൾ അടുത്തായിട്ട് ഓർഡർ ചെയ്തത് കണ്ടില്ലേ, ഇങ്ങനെ ഫ്രൈസും ബാർബിക്യൂ ചിക്കനൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിഷാണ്. അതിൻ്റെ കൂടെ സാലഡ്, സോസ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും നല്ല അടിപൊളി ടേസ്റ്റി ഒരു ഡിഷ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ സ്റ്റീക്കാണ്. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു 2 പോർഷനായിട്ടാണ് കേട്ടോ ചിക്കൻ. പിന്നെ അതിൻ്റെ കൂടെ കുറേ വെജിറ്റബിൾസ് ബോയിൽ ചെയ്തത്, അതേപോലെ തന്നെ പൊട്ടറ്റോ സ്മാഷ് ചെയ്തതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ മുമ്പൊക്കെ മിക്കപ്പോഴും കഴിക്കണ ഫുഡായതുകൊണ്ട് തന്നെ പിള്ളേർക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ഡിഷുകളൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡുകളൊക്കെ കഴിച്ചു. നമ്മൾ അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് ഉഷാറായത് എല്ലാവരും. പാത്തുമൊക്കെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയിലിരുന്ന്. ഇപ്പോഴാണൊന്ന് ഉഷാറായത്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഫുഡടി എല്ലാം കഴിഞ്ഞു. അതിനിപ്പോൾ നമ്മൾ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം പിന്നെ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ, പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.